എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഷൺഹുക്ക് എന്നുള്ള ആ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ എന്താണ് ഈ ഷൺഹുക്ക്? ഒരു ഉദാഹരണം പറയാം. ഒക്കേഷൻ എന്നുള്ള വേർഡ് നോക്കുക. അതിൽ എൻഡിങ് ഫൈനലായിട്ട് വരുന്നത് ഷൻ എന്നുള്ള ആ ഒരു സൗണ്ടാണ്. അപ്പോൾ ആ ഒരു സൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഹുക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹുക്ക് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഹുക്ക് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഓരോ സ്ട്രോക്കിനും ഓരോ രീതിക്കാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം സ്ട്രെയിറ്റ് സ്ട്രോക്സ് ഉണ്ട്, അതുപോലെ തന്നെ കർവ്സും ഉണ്ട്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് സ്ട്രോക്സിൽ തന്നെ ഇനീഷ്യൽ അറ്റാച്ച്മെന്റ് വരുന്നതുണ്ട്, ഇനീഷ്യൽ അറ്റാച്ച്മെന്റ് വരാത്തതുണ്ട്. ഇനീഷ്യൽ അറ്റാച്ച്മെന്റ് ആയിട്ട് വരുന്നത് സർക്കിൾ അല്ലെങ്കിൽ ലൂപ്പ് തുടങ്ങിയവയൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഓരോ സാഹചര്യത്തിലും എഴുതേണ്ട രീതി വേറെയാണ്. അപ്പൊ ആ ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്റേഴ്സിന്റെ ഒക്കെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതും കൂടി ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് മാറും. അപ്പോൾ കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ്, മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. The shun hook. The termination shun. The termination shun or jun, variously spelt TION, SION, CIAN, TIAN, SIAN, etc. അതായത് ഈ ഷൺ ഹുക്ക് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ടെർമിനേഷനിലുള്ള ഈ ഷൺ അല്ലെങ്കിൽ ജൻ എന്നുള്ള ആ ഒരു സൗണ്ടിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ കുറേയധികം സ്പെല്ലിങ്സ് ഉണ്ട്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ TION, SION, CIAN തുടങ്ങിയവയൊക്കെ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ലാർജ് ഹുക്ക്. ഒരു ലാർജ് ഹുക്ക് കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ടു വിച്ച് എ സർക്കിൾസ് മേ ബി ആഡഡ് ആസ് റിക്വയർഡ്. അതായത് വലിയൊരു ഹുക്കാണ്, അതിന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സർക്കിൾസ് കൂടി ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഉദാഹരണം നോക്കാം. നോഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഹുക്കിൻ്റെ ഉള്ളിൽ സർക്കിൾസ് എഴുതിയിട്ടുണ്ട്. കോഷൻസ്. ഇനി നമുക്ക് ഷൺ ഹുക്ക് എങ്ങനെയൊക്കെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ദ ഷൺ ഹുക്ക് ഈസ് റിട്ടൺ ഇൻസൈഡ് കേഴ്സ്. അതായത് കേഴ്സിൻ്റെ ഇൻസൈഡ് ആയിട്ടാണ് എഴുതുന്നത്. ഇവിടെ ഉദാഹരണം നോക്കാം. ഫാഷൻ എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ ഇൻസൈഡ് ദ ഹുക്കായിട്ടാണ് എഴുതിയിട്ടുള്ളത്. കേഴ്സ് ആണ് വരുന്നത്. മോഷൻ, നേഷൻസ് അവിടെ സർക്കിൾസ് ആ ഹുക്കിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കേസസിൽ എങ്ങനെയൊക്കെയാണ് ഷൺ ഹുക്ക് വരുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ കേസ്, വെൻ ആഡഡ് ടു എ സ്ട്രെയിറ്റ് സ്ട്രോക്ക് വിത്ത് ആൻ ഇനീഷ്യൽ അറ്റാച്ച്മെന്റ് സർക്കിൾ, ലൂപ്പ് ഓർ ഹുക്ക്, ദ ഹുക്ക് ഈസ് റിട്ടൺ ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഓർ ടു ദ ഇനീഷ്യൽ അറ്റാച്ച്മെന്റ് ഇൻ ഓർഡർ ടു പ്രിസർവ് ദ സ്ട്രെയിറ്റ്നെസ് ഓഫ് ദ സ്ട്രോക്ക്. അതായത് സ്ട്രെയിറ്റ് സ്ട്രോക്സ്, ഇനീഷ്യൽ അറ്റാച്ച്മെൻറ്റുള്ള സ്ട്രെയിറ്റ് സ്ട്രോക്സിൻ്റെ കൂടെ ഇനീഷ്യൽ അറ്റാച്ച്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ആ ഒരു ഹുക്ക് വരുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ആ സ്ട്രോക്കിൻ്റെ സ്ട്രെയിറ്റ്നെസ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഉദാഹരണം നോക്കാം. ഇവിടെ ഇനീഷ്യൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സർക്കിളോ ലൂപ്പോ ഹുക്കോ വരാം. സൈറ്റേഷൻ എന്നുള്ള എക്സാമ്പിൾ നോക്കാം. അവിടെ സർക്കിളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഷൺ ഹുക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സെക്ഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഇനീഷ്യലി സർക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സർക്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഷൺ ഹുക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഗ്രേഷ്യൻ എന്നുള്ള വേർഡ് നോക്കുക. അവിടെ ഇനീഷ്യൽ ഹുക്കാണ് വന്നിട്ടുള്ളത്. ആ ഹുക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഷൺ ഹുക്ക് വന്നിട്ടുള്ളത്. അടുത്ത റൂള്, ദ ഷൺ ഹുക്ക് ഈസ് റിട്ടൺ വിത്ത് റൈറ്റ് മോഷൻ ആഫ്റ്റർ ഫോം FK, ലൈറ്റ് ഓർ ഹെവി. അതായത് ഈ ഒരു സ്ട്രക്ചറിൻ്റെ എങ്ങനെയൊരു സ്ട്രക്ചർ വരിക, അതായത് FK അല്ലെങ്കിൽ FG അല്ലെങ്കിൽ VG തുടങ്ങിയ ഫോംസ് വരികയാണെങ്കിൽ അവിടെ എഴുതേണ്ടത് റൈറ്റ് മോഷനും ആൻഡ് വിത്ത് ലെഫ്റ്റ് മോഷൻ ആഫ്റ്റർ ദ ഫോം. അതായത് ഇങ്ങനെയുള്ള LK അല്ലെങ്കിൽ LG എന്നുള്ള ഈ ഫോംസിൻ്റെ കൂടെ ലെഫ്റ്റ് മോഷനും പിന്നെ ഈ ഒരു ഫോമിൻ്റെ കൂടെ റൈറ്റ് മോഷനുമാണ് വരുന്നത്. ഇൻ ഓർഡർ ദാറ്റ് K or G may be kept straight. അതായത് അങ്ങനെയുള്ള ഫോംസിൽ K അല്ലെങ്കിൽ ഗെയിനെ സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ നോക്കുക. എന്ന് പറയുമ്പോൾ അവിടെ FK ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ എഴുതിയിട്ടുള്ളത് റൈറ്റ് മോഷനിലാണ്. അതുപോലെ തന്നെ സെലക്ഷൻ എന്നുള്ള വേർഡ് നോക്കുക. അവിടെ Lയും Kയും ആണ് വന്നിട്ടുള്ളത്. അവിടെ ലെഫ്റ്റ് മോഷനിലാണ് ആ ഒരു ഹുക്ക് എഴുതിയിട്ടുള്ളത്, ഷൺ ഹുക്ക് എഴുതിയിട്ടുള്ളത്. അടുത്തത്, ഓൺ ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ
ലാസ്റ്റ് വവൽ when following a straight stroke without an initial attachment in order to indicate where the last vowel occurs. അതായത് ഇനീഷ്യൽ അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത ഒരു സ്ട്രെയിറ്റ് സ്ട്രോക്കിൻ്റെ കാര്യത്തിൽ അവിടെ വരുന്ന ലാസ്റ്റ് വവലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ആ ഒരു ഹുക്ക് വരേണ്ടത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇൻ ഓർഡർ ടു ഇൻഡിക്കേറ്റ് വേർ ദ ലാസ്റ്റ് വവൽ ഒക്കേഴ്സ്, അതായത് ആ ലാസ്റ്റ് വവൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. പാഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഇനീഷ്യൽ അറ്റാച്ച്മെൻ്റ് ഇല്ല, അവിടെ ആ എന്നുള്ള വവൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വവലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഷൺഹുക്ക് എഴുതിയിട്ടുള്ളത്. ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഓ എന്നുള്ള വവൽ മാർക്ക് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഷൺഹുക്ക് എഴുതിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് വവൽസ് ഉണ്ട്. അവിടെ എ എന്നുള്ള വവലാണ് ലാസ്റ്റ് വവലായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഷൺഹുക്ക് എഴുതിയിട്ടുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത റൂള് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ടി ഡി ജെ. ബിക്കോസ് ഇറ്റ് ഈസ് നോൺ ദാറ്റ് ദ ലാസ്റ്റ് വവൽ always occurs after these letters and there is no need to indicate the fact, and also because the writing of the hook on the right hand side of these letters carries the hand forward in readiness for the next word. അതായത് ഈ ഒരു ടി ഡി ജെ എന്നുള്ള ആ ഒരു സ്ട്രോക്കിന് ശേഷം അവിടെ ഷൺഹുക്ക് എഴുതേണ്ടത് റൈറ്റ് സൈഡിലാണ്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്കറിയാം ഷോർട്ട് ഹാൻഡിൽ നമുക്ക് ഒരു വേർഡ് മാത്രമല്ല എഴുതാനുണ്ടാവുക, വേറെ വേർഡ്സ് എഴുതാനുണ്ടാവും. അപ്പോൾ ഈ ഒരു റൈറ്റ് സൈഡിൽ ഹുക്ക് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ഒരു വേർഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഹാൻഡ്, ആ കൈ കറക്റ്റായിട്ട് വരും. അതായത് റൈറ്റ് സൈഡിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അടുത്ത വേർഡ് എഴുതാൻ വേണ്ടിയിട്ട് സുഖമാണ്. അതുകൊണ്ടാണ് ഈ റൈറ്റ് സൈഡിലേക്ക് ഹുക്ക് ഇടുന്നത്. ഇവിടെ ഉദാഹരണം നോക്കാം. റൊട്ടേഷൻ, നൊട്ടേഷൻ, ഗ്രഡേഷൻ, ലൊജീഷ്യൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഷൺഹുക്ക് ഇട്ടിട്ടുള്ളത് റൈറ്റ് സൈഡിലാണ്. അപ്പോൾ നമുക്ക് അടുത്ത വേർഡിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് സുഖമാണ്. അതായത് ആ ഒരു പെൻസിൽ ആ കറക്റ്റ് അടുത്ത വേർഡിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് റെഡിയാവും. ഷൻ ഫോളോയിങ് സർക്കിൾസ് ആൻഡ് എൻ എസ്. അതായത് ഈ സർക്കിൾസിൻ്റെയോ അല്ലെങ്കിൽ സർക്കിൾ എൻ എസിൻ്റെയോ ശേഷം ഷൺഹുക്ക് വരികയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ് നോക്കാൻ പോകുന്നത്. വെൻ ഷൻ ഫോളോസ് ദ സർക്കിൾ എസ് or circle NS, it is expressed by a small hook written on the opposite side to the circle and with the same motion. അതായത് ഈ സർക്കിൾ എസ് അല്ലെങ്കിൽ സർക്കിൾ എൻ എസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഹുക്ക് സ്മോൾ ഹുക്കായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ ഉദാഹരണം നോക്കാം. ഡെസിഷൻ എന്ന് പറയുമ്പോൾ അവിടെ എസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ എസിൻ്റെ അതേ ഡയറക്ഷനിൽ ഒരു സ്മോൾ ഹുക്ക് ഓപ്പോസിറ്റായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ഷൺഹുക്കായിട്ട്. ഇനി ഡിസ്പെൻസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എൻ എസ് സർക്കിളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സർക്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് ഒരു സ്മോൾ ഹുക്ക് അതേ ഡയറക്ഷനിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് ഷൺഹുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇവിടെ. അടുത്തത് എ തേർഡ് പ്ലേസ് വവൽ ബിറ്റ്വീൻ ദ സർക്കിൾ ആൻഡ് ദ ഷൺഹുക്ക് ഈസ് എക്സ്പ്രസ്ഡ് ബൈ ദ വവൽ സൈൻ ബീയിങ് റിട്ടൺ ഔട്ട്സൈഡ് ദ ഹുക്ക്. അതായത് ഇവിടെ ഒരു തേർഡ് പ്ലേസ് വവൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സർക്കിളിൻ്റെയും അതുപോലെ തന്നെ ഷൺഹുക്കിൻ്റെയും ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതുന്നത് ആ ഔട്ട്സൈഡ് ദ ഹുക്കായിട്ടാണ് എഴുതുന്നത്. അതായത് പൊസിഷൻ, അവിടെ സർക്കിൾ എസ് വന്നിട്ടുണ്ട്, ഷൺഹുക്ക് വന്നിട്ടുണ്ട്, അവിടെ ഇ എന്നുള്ള വവലാണ് വന്നിട്ടുള്ളത്, തേർഡ് പ്ലേസ് വവലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പൊസിഷൻ എന്ന് എഴുതാൻ സർക്കിൾ എസും ഷൺഹുക്കും എഴുതി ഷൺഹുക്കിന് പുറത്ത് ഇ എന്നുള്ള വവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫിസിഷ്യൻ എന്ന് പറയുമ്പോൾ അവിടെ സർക്കിൾ എസിന് ശേഷം ഇ എന്നുള്ള വവൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഷൺഹുക്കിനെ പുറത്തേക്കായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദ സർക്കിൾ എസ് മേ ബി ആഡഡ് ദസ് പൊസിഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഹുക്കിൻ്റെ ഉള്ളിൽ ചെറിയ സർക്കിൾ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ട്രാൻസിഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഷൺഹുക്കിൻ്റെ ഉള്ളിൽ എസ് എന്നുള്ള സർക്കിൾ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നമ്മൾ തേർഡ് പ്ലേസ് വവലിൻ്റെ കാര്യം പറഞ്ഞു. ഇനി സെക്കൻഡ് പ്ലേസ് വവൽ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. വെൻ എ സെക്കൻഡ് പ്ലേസ് വവൽ ഇസ് ടു ബി റീഡ് ബിറ്റ്വീൻ ദ സർക്കിൾ ആൻഡ് ഷൻ, ഇറ്റ് നീഡ് നോട്ട് ബി ഇൻഡിക്കേറ്റഡ്. അതായത് ആ ഒരു സെക്കൻഡ് പ്ലേസ് വവൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഉദാഹരണങ്ങൾ നോക്കാം. പൊസഷൻ എന്ന് പറയുമ്പോൾ അവിടെ മാർക്ക് ചെയ്തിട്ടില്ല. അസഷൻ, സെൻസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ മാർക്ക് ചെയ്തിട്ടില്ല. ഫസ്റ്റ് പ്ലേസ് വവൽ ഡു നോട്ട് ഒക്കർ ബിറ്റ്വീൻ ദ സർക്കിൾ ആൻഡ് ഷൺഹുക്ക്. അതായത് ഫസ്റ്റ് പ്ലേസ് വവൽ ഒരിക്കലും ഈ ഷൺഹുക്കിൻ്റെയും സർക്കിളിൻ്റെയും ഇടയ്ക്ക് വരില്ല.
ഫസ്റ്റ് പ്ലേസ് വവ്വൽ വരില്ല, സെക്കൻഡ് പ്ലേസ് വവ്വൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. തേർഡ് പ്ലേസ് വവ്വൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഹുക്കിൻ്റെ പുറത്തായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഷൺഹുക്ക് മീഡിയലി. ദ ഷൺഹുക്ക് മേ ബി യൂസ്ഡ് മീഡിയലി. അതായത് ഷൺഹുക്ക് നമുക്ക് വേണമെങ്കിൽ മീഡിയലി ഉപയോഗിക്കാം. ഉദാഹരണങ്ങൾ നോക്കാം. അഡീഷണൽ, പിന്നെ ആക്ഷനബിൾ, ഡിവോഷണൽ, പൊസിഷണൽ, ട്രാൻസിഷണൽ. ഇനി വേർഡ്സ് എൻഡിങ് ഇൻ യുവേഷൻ ആൻഡ് യുയിഷൻ. When a diphthong and a vowel occur immediately before shun, the stop ish and the hooken must be written. അതായത് ഈ ഡിഫ്തോങ് അല്ലെങ്കിൽ വവ്വൽ ഈ ഷൺഹുക്കിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ഡിഫ്തോങ്ങും ഒരു വവ്വലും വരികയാണെങ്കിൽ അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇഷും സ്റ്റോക്ക് ഇഷും പിന്നെ എൻ ഹുക്കാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കുക. എക്സാമ്പിൾ എക്സ്റ്റെന്വേഷൻ. ന്വേഷൻ എന്നുള്ള ആ ഒരു വേഷൻ എന്നുള്ള ആ ഒരു ഇതാണ് ടെർമിനേഷനാണ് വരുന്നത്. അപ്പോൾ അവിടെ ഇഷ് എന്നുള്ള ആ ഒരു സ്ട്രോക്കും എൻ ഹുക്കാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കേസ് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത കുറച്ച് വേർഡ്സ് ഉണ്ട്. ആക്സെൻറ്റുവേഷൻ, പിന്നെ പെർപെറ്റുവേഷൻ തുടങ്ങിയ വേർഡ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു വേർഡ്സിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്ലൈൻ ലെങ്തി ആവും. അപ്പോൾ ആ ഒരു ഔട്ട്ലൈൻ ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ലാർജ് ഹുക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കാം. ആക്സെൻറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഷൺ ഹുക്കാണ് ഉപയോഗിക്കുന്നത്, ലാർജ് ഹുക്കാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ പെർപെറ്റുവേഷൻ എന്ന് പറയുമ്പോഴും അവിടെയും ലാർജ് ഹുക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ചാപ്റ്ററിൻ്റെ സമ്മറി നോക്കാം. ദ ഹുക്ക് ഷൻ ഈസ് റിട്ടൺ ടു കേർവ്സ് ഇൻസൈഡ് ദ കേർവ്. കേർവ്സിൻ്റെ കൂടെ ആകുമ്പോൾ ഇൻസൈഡ് ദ കേർവ്സ് ആണ്. ടു സ്ട്രെയിറ്റ് സ്ട്രോക്സ് വിത്ത് ഇനീഷ്യൽ അറ്റാച്ച്മെൻറ്റ്. ഇനീഷ്യൽ അറ്റാച്ച്മെൻറ്റിലുള്ള സ്ട്രെയിറ്റ് സ്ട്രോക്സിൻ്റെ കൂടെ ആകുമ്പോൾ ഷൻ ഹുക്ക് എഴുതേണ്ടത് ഓൺ ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ ഇനീഷ്യൽ അറ്റാച്ച്മെൻറ്റ്. ഇനി അടുത്തതായിട്ട് കെ ഗെ ഫോളോയിങ് ദ കേർവ്സ് എഫ് വി അപ്വാർഡ് എൽ തുടങ്ങിയ ആ ഒരു കേർവ്സിനെ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ ഷൻ ഹുക്ക് എഴുതേണ്ടത് വിത്ത് ദ ലെഫ്റ്റ് ഓർ റൈറ്റ് മോഷൻ ആസ് റിക്വയർഡ് ടു കീപ് കെ ഓർ ഗെ സ്ട്രെയിറ്റ്. പിന്നെ ടു സ്ട്രെയിറ്റ് സ്ട്രോക്സ് അതർ ദാൻ ടി, ഡി ഓർ ജെ വിതൗട്ട് ഇനീഷ്യൽ അറ്റാച്ച്മെൻറ്റ്. അങ്ങനെ വരുന്നതാണെങ്കിൽ ഷൻ ഹുക്ക് എഴുതേണ്ടത് ഓൺ ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ ലാസ്റ്റ് വോവൽ. പിന്നെ ടി, ഡി, ജെ വിതൗട്ട് ഇനീഷ്യൽ അറ്റാച്ച്മെൻ്റ് ആണെങ്കിൽ റൈറ്റ് സൈഡിലാണ് ഷൻ ഹുക്ക് വരുന്നത്. ഫോളോയിങ് ദ സർക്കിൾ എസ് ഓർ എൻ എസ്. അതായത് എസ് അല്ലെങ്കിൽ സർക്കിൾ എസ് അല്ലെങ്കിൽ സർക്കിൾ എൻ എസ് ഫോളോ ചെയ്ത് ഷൻ ഹുക്ക് വരികയാണെങ്കിൽ ഓൺ ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ സർക്കിൾ. പിന്നെ ഫൈനലി ഇൻ പങ്ക്ച്വേഷൻ ആൻഡ് എ ഫ്യൂ സിമിലാരിറ്റി ലോങ് വേർഡ്സ് മീഡിയലി ലൈക്ക് ദ അതർ ഹുക്സ്. അതായത് നമുക്ക് ഈ ഷൻ ഹുക്ക് മീഡിയലി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോ ക്ലാസ്സുകൾക്കും മോക്ക് ടെസ്റ്റുകൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. Thank you for watching. Have a nice day.